നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ആഴത്തിൽ പരിശോധിക്കുകയാണ്. വാർത്താമഴ അടുത്ത അരമണിക്കൂർ നേരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അല്പസമയം മുൻപ് വന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ കേരളത്തിന് ഒരു ചില്ലിക്കാശ് തരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം രാജ്യത്തിന്റെ ഭാഗമല്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ഏകോപിതമായി കേരളത്തിന്റെ ശബ്ദം ഉയരേണ്ട ഘട്ടമായെന്നും പിണറായി വിജയൻ പറഞ്ഞു. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കേരളം കണക്ക് തയ്യാറാക്കിയത്. ആ കണക്ക് മറ്റ് സംസ്ഥാനങ്ങളടക്കം മാതൃകയായി എടുക്കുകയാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കി. എന്നിട്ടും കേരളത്തെ കുറ്റപ്പെടുത്താനാണ് തയ്യാറായത്. ഒരു ചില്ലിക്കാശ് കേരളത്തിന് തരുന്നില്ല. എന്താണിത്? നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ? ഏകോപിതമായി കേരളത്തിന്റെ ശബ്ദം ഉയരേണ്ട ഒരു ഘട്ടം വരികയാണ്. ഇത് സഹിക്കാൻ പറ്റില്ല, അംഗീകരിക്കാനാവില്ല എന്ന് കേരളം ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റെ കണ്ണും കാതും തുറപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമല്ല കോൺഗ്രസിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത്. തെമ്മാടികളെയും സാമൂഹ്യദ്രോഹികളെയും കോൺഗ്രസ് പോറ്റി വളർത്തി, കമ്മ്യൂണിസ്റ്റുകളെ കരുതിക്കൂട്ടി ആക്രമിച്ചു. ഈ മാനസികാവസ്ഥയിൽ നിന്ന് കോൺഗ്രസുകാർക്ക് മാറ്റം വന്നിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നടന്ന ഒട്ടേറെ സംഭവങ്ങളിൽ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരായിരുന്നു. യഥാർത്ഥ ഒരു തെമ്മാടിക്കൂട്ടം. അതായിരുന്നു അവസ്ഥ. യഥാർത്ഥത്തിൽ അവർ സാമൂഹ്യ വിരുദ്ധരായിരുന്നു. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, വാർത്താമഴയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി ഏത് ചടങ്ങിലാണ് ഈ രീതിയിലുള്ള പ്രസംഗം നടത്തിയത്? അതിൽ രണ്ട് കാര്യങ്ങൾ: ഒന്ന് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം, മറ്റൊന്ന് കോൺഗ്രസിനെയും വെറുതെ വിടുന്നില്ല, കോൺഗ്രസിനുമുണ്ട് വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും. വിവരങ്ങൾ. പ്രജിൻ, ഇന്ന് 4 പരിപാടികളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് കാസർഗോഡ് ജില്ലയിലുണ്ടായിരുന്നത്. ഇതിൽ 2 ഔദ്യോഗിക പരിപാടികളായിരുന്നു. മറ്റ് 2 പാർട്ടി പരിപാടികൾ. അതായത് കാറ്റാടിയിലുള്ള AKG മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും ചീമേനിയിലുള്ള രക്തസാക്ഷി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായിരുന്നു. ഇതിൽ ചീമേനിയിൽ വെച്ചാണിപ്പോൾ മുഖ്യമന്ത്രി വലിയ തോതിലുള്ളൊരു വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെയും കോൺഗ്രസിനെതിരെയും ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ അതിൽ പുനരധിവാസ പാക്കേജ് ഫണ്ട് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ MPമാരുടെ ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കള്ളമാണ് പറഞ്ഞത്. കൃത്യമായ മറുപടിയല്ല നൽകിയത്. കേരളം മാനദണ്ഡങ്ങൾ അനുസരിച്ച് കണക്ക് തയ്യാറാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഇത് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. അതുമാത്രമല്ല, പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ നിവേദനം നൽകി. ഇത് പ്രധാനമന്ത്രി മറക്കാതിരിക്കാൻ ഡൽഹിയിലെത്തി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിവേദനം നൽകി. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ BJP സർക്കാർ തയ്യാറാവുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായ സമയത്ത് സഹായങ്ങൾ വേഗത്തിൽ നൽകുന്നു. എന്തേ കേരളത്തിന് മാത്രം ഭ്രഷ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ ചീമേനിയിൽ നടന്ന പൊതുപരിപാടിയിൽ വെച്ച് ചോദിച്ചത്. നാട് തുലയട്ടെ എന്ന സമീപനമാണ് BJP സർക്കാരിന്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം കേരളത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട്. ഏകോപിതമായ ശബ്ദം കേരളത്തിൽ നിന്ന് ഉയർന്നു വരണം. ഇത് സഹിക്കാനും അംഗീകരിക്കാനും കഴിയില്ല. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ ചീമേനിയിൽ നടന്ന പരിപാടിയിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസിനെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടായി എന്നുള്ളതാണ്. അത് 1945 മുതലുള്ള ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. ചീമേനി രക്തസാക്ഷികളെ സൃഷ്ടിച്ചതിൽ കോൺഗ്രസിന് വലിയ ഒരു പങ്കുണ്ട്. തെമ്മാടികളെയും സമൂഹദ്രോഹികളെയും പോറ്റി വളർത്തുന്നതിൽ കോൺഗ്രസ് ശ്രദ്ധിച്ചു. അവരെ നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസ് ഒരു ഘട്ടത്തിലും തയ്യാറായില്ല. കമ്മ്യൂണിസ്റ്റുകാരെ കരുതിക്കൂട്ടി ആക്രമിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് കോൺഗ്രസുകാർ ഇപ്പോഴും മോചിതരായിട്ടില്ല. ശരിയാണ്. അപ്പോൾ ചീമയിൽ നടന്ന ചടങ്ങിലാണ് ഈ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെയും കോൺഗ്രസിനെതിരെയുമുള്ള വിമർശനം മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായത്. ഒരുപക്ഷെ ചീമയുടെ പശ്ചാത്തലമൊക്കെ ചരിത്രമൊക്കെ നോക്കിയായിരിക്കാം കോൺഗ്രസിനെ വിമർശിച്ചതെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട് മുഖ്യമന്ത്രി. ഒപ്പം നേരത്തെയുള്ള ആരോപണങ്ങൾ അത് അതേപടി ആവർത്തിക്കുന്നുമുണ്ട്. കേരളത്തെ പരിഗണിക്കുന്നില്ല കേന്ദ്രം മനഃപൂർവ്വം എന്നാണ് മുഖ്യമന്ത്രി ഇന്നും കാസർഗോഡ് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് വിശദാംശങ്ങൾ നൽകിയത്. യാക്കോബായ വിഭാഗത്തിനും സെമിത്തേരികൾ
തുറന്നു നൽകണമെന്ന ഉത്തരവ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതിയിൽ. യാക്കോബായ വൈദികർ സെമിത്തേരിയിൽ ശുശ്രൂഷ നടത്തിയാൽ തർക്കത്തിന് കാരണമാകുമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അച്യുതൻ, ഈ സഭാ തർക്കത്തിൽ കോടതിയുടെ ഇടപെടൽ നേരത്തെ ഉണ്ടായതാണ്. അതിൽ ഈ സെമിത്തേരിയിൽ യാക്കോബായ വിഭാഗത്തിനും ശുശ്രൂഷ നൽകാൻ അനുവദിക്കണം എന്ന രീതിയിലുള്ള ഉത്തരവുണ്ടായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ രംഗത്ത് വരുന്നത്. എന്താണ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ? അതായത് ഈ തർക്കം അത് കോടതി ഇടപെട്ടിട്ടും അതിലൊരു സമവായം ഉണ്ടാകുന്നില്ല, പരിഹാരം ഉണ്ടാകുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ സുപ്രീം കോടതി ഈ യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കം പരിഗണിക്കുകയും അതിലൊരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൽ പ്രത്യേകമായി പറഞ്ഞത് ഈ പള്ളികളുടെ ഒരു ഭരണം അത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്നതായിരുന്നു ഉണ്ടായ നിർദ്ദേശം. ഒപ്പം തന്നെ ഈ സെമിത്തേരികൾ ഉൾപ്പെടെയുള്ള പൊതു സൗകര്യങ്ങൾ അതെല്ലാവർക്കും പ്രയോജനപ്പെടുത്താനാകണം എന്ന കാര്യവും സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാന കാരണം ഈ യാക്കോബായ പുരോഹിതർ ഓർത്തഡോക്സ് സെമിത്തേരിയിൽ ശുശ്രൂഷ നടത്തിയാൽ അതൊരു തർക്കത്തിന് ഇടയാക്കും എന്ന കാര്യമാണ് ഈ സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഇതൊരു സമാധാന അന്തരീക്ഷം തകരുന്നതിന് ഇടയാക്കുമെന്നും സത്യവാങ്മൂലത്തിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞത് സെമിത്തേരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഈ യാക്കോബായ സഭയ്ക്കും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഉറപ്പാക്കണമെന്നായിരുന്നു. പക്ഷേ അതിനെതിരെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ഈ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. മറ്റന്നാളാണ് ഈ കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു അധിക സത്യവാങ്മൂലം ഈ സെമിത്തേരികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട ഓർത്തഡോക്സ് സഭ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നതിൻ്റെ ഒരു സൂചനകൾ കൂടിയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ സെമിത്തേരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. എന്തായാലും ഈ സത്യവാങ്മൂലം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. മറ്റന്നാൾ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്തായാലും ഈ ഉത്തരവിലൊരു പരിഷ്കാരം കോടതി വരുത്താൻ തയ്യാറാകുമോ അതോ അത് കർശനമായും പാലിക്കേണ്ടി വരുമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടാകും. പ്രജിൻ, അച്യുതനിൽ നേരത്തെ തന്നെ കോടതി എടുത്ത നിലപാട്, കോടതിയുടെ ഉത്തരവ് അത് കൃത്യമായി നടപ്പിലാക്കാൻ സർക്കാരുകൾക്ക് കഴിയുന്നില്ല, സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ കോടതിയിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സത്യവാങ്മൂലത്തിൽ ഇതിലെ കക്ഷികളായ ആൾക്കാർ തന്നെ വരുമ്പോൾ അതിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നേരത്തെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയാണ് സുപ്രീം കോടതി ആ ഉത്തരവ് ഇറക്കിയത് എന്നത് ശ്രദ്ധേയമാണ്. അതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായി പറയുന്നു, സെമിത്തേരികൾ എല്ലാവർക്കും ഉള്ളതാണ്, അത് ഈ രീതിയിൽ യാക്കോബായ വിഭാഗത്തിനും തുറന്നു കൊടുക്കണം എന്ന് ആ ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിൽ മറ്റൊരു സത്യവാങ്മൂലം നൽകുന്നതിലൂടെ എന്താണ് ഓർത്തഡോക്സ് സഭ ഉദ്ദേശിക്കുന്നതെന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നുമില്ല. അത് ഈ തർക്കത്തിലേക്ക് കൂടുതൽ കൊണ്ടുപോവുകയുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും പ്രജിന് വീണ്ടും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയുടെ മുൻപിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ മാർ കുര്യാക്കോസ് മാർ തെയോഫിലൂസ് യാക്കോബായ സഭയുടെ പ്രതിനിധി ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാട്, ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്ന് എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? ഏത് രീതിയിലാണ് അവർ കാണുന്നത്? കോടതി ഉത്തരവിൽ ഒരു പുനഃചിന്തനം ഉണ്ടാകണമെന്ന് പറയുന്നു. അതിൽ ഒരു ഇടക്കാല ഉത്തരവെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഉത്തരവ് പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. സെമിത്തേരികൾ യാക്കോബായ വിഭാഗത്തിന് തുറന്നു നൽകിയാൽ അത് കൂടുതൽ തർക്കത്തിന് ഇടയാക്കും എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഘട്ടത്തിൽ? ഇത് വളരെ ഞങ്ങൾക്ക് ഇത് യാക്കോബായ സഭയ്ക്ക് മാത്രമല്ല കേരള സമൂഹത്തിന് മുഴുവനും ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള, അതുപോലെ ആശ്ചര്യമുളവാക്കുന്ന ഒരു പ്രതികരണമാണ്, പ്രസ്താവനയാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. കാരണം ഒരാഴ്ച മുമ്പ് സമാധാനത്തിന്റെ ആഹ്വാനവും ഐക്യത്തിന്റെ ആഹ്വാനവും ഒക്കെ നടത്തിയ ഒരാളിൽ നിന്ന് ഒരാഴ്ച കഴിയുന്നതിന് മുൻപ് തന്നെ ഇതുപോലെ വീണ്ടും ഈ വിഷയങ്ങൾ സങ്കീർണമാക്കാനുള്ളതായ രീതിയിലുള്ളതായ ഒരു പ്രതികരണം വന്നത് വളരെ വിചിത്രവും നിരാശാകരവുമാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഇതിനകത്ത് കോടതികളെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനുമുള്ള ഒരു ഇതാണോ സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയില് കേരള ഗവൺമെന്റിന്റെ ഈ ബില്ലിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അവിടുത്തെ കാലം ചെയ്ത പൗലോസ് ബാവായും അതോടൊപ്പം തന്നെ അവിടുത്തെ അസോസിയേഷന്റെ തീരുമാനമാണെന്ന് പറഞ്ഞ അന്നത്തെ സെക്രട്ടറി ഇവര് ഒരു കേസ്, ഒരു റിട്ട് കൊടുത്തിരിക്കുന്ന ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ സെമിത്തേരി ബില്ല് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചലഞ്ച് ചെയ്തുകൊണ്ട് അത് ഹൈക്കോടതിയിൽ ഒരു ഇത് കൊടുത്തിരിക്കുന്നു.
സുപ്രീം കോടതിയിൽ വേറൊരിടത്ത് കൊടുത്തിരിക്കുന്നു, അവിടെ ഇത് സർക്കാരിന്റെ ഇത് അംഗീകരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നു. അപ്പൊ ഇത് ഒരു ആത്മാർത്ഥത ഇതിനകത്ത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. രണ്ടാമത് സമാധാനപരമായി പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സുപ്രീം കോടതി വളരെ കാതലായ ഒരു കാര്യം പറഞ്ഞതിനെ അതിനെ വീണ്ടും നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പുനഃപരിശോധിക്കണമെന്ന് പറയുമ്പോൾ ആ സമാധാന ആഹ്വാനവും ഇതും തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ലാത്തതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, നിർഭാഗ്യവശാൽ. പക്ഷെ ഇതിപ്പോൾ കോടതി ഇടപെടുന്നു, സർക്കാരുകൾ ശ്രമിക്കുന്നുണ്ട് ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ. ഈ സഭാ തർക്കം എന്നുള്ളത് അതിങ്ങനെ നീണ്ടു പോവുകയാണ്. ഇത് എപ്പോഴാണ് ഇതിന് പരിഹാരം ഉണ്ടാവുക? ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത പ്രശ്നം വരികയാണ്. ഇതിപ്പോൾ നോക്കുക, കോടതി ഉത്തരവിറക്കിയതാണ്, അതിൽ പോലും മറ്റൊരു സത്യവാങ്മൂലമായി എത്തുകയാണ് രംഗത്ത്. ഇത് എന്താണ്? അതുകൊണ്ട് തന്നെയാണ് യാക്കോബായ സഭ തുടക്കം മുതലേ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരള സമൂഹവും പൊതുസമൂഹം തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് 1 നൂറ്റാണ്ടിലധികമായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ സഭാതർക്കം, അതുകൊണ്ട് തന്നെയാണ് ഒരു നിയമനിർമ്മാണത്തിലൂടെ അത് ശാശ്വത പരിഹാരം കാണണം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് മുതൽ പറയുന്നത്. ഗവൺമെന്റ് ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ 12.5 ലക്ഷം ആളുകൾ പൊതുസമൂഹത്തിൽ കേരളത്തിൽ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്താണ്. 1 ലക്ഷം ആളുകളാണ് അതിനെ എതിർത്തത്. ആ കാര്യങ്ങൾ ഒത്തിരി അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയായി. അപ്പൊ അതുകൊണ്ട് ഈ കോടതികളിൽ, നമ്മുടെ കോടതികളിലൂടെയുള്ളതായ കാര്യങ്ങൾ, ഇത് കോടതി തന്നെ 95-ലെ വിധിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസപരമായ കാര്യങ്ങൾ ഇതൊന്നും ഞങ്ങൾക്ക് ഇതിനകത്ത് തീർക്കാനായിട്ട് സാധിക്കുകയില്ല. കോടതിക്ക് അതിന്റെ പരിമിതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഒരു നിയമനിർമ്മാണത്തിലൂടെ അവരിപ്പോ ഇന്നിപ്പോ കൊടുത്തിരിക്കുന്നതിന്റെ അകത്ത് കേരള ഗവൺമെന്റിന്റെ സെമിത്തേരി ബില്ലിന്റെ ഇത് അവർ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ ഹൈക്കോടതിയിൽ അത് ചലഞ്ച് ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു നിയമനിർമ്മാണവും അംഗീകരിക്കട്ടെ. അപ്പോ ഇത് യഥാർത്ഥത്തിൽ പ്രശ്നം തീരണമെങ്കിൽ ഒരു ക്രിസ്തീയ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട്, ഒരു ക്രിസ്തീയ മനോഭാവത്തോടു കൂടെ ഈ വിഷയത്തെ സമീപിക്കുകയും അതോടൊപ്പം തന്നെ ഇതിനകത്ത് ആത്മാർത്ഥതയോടുകൂടെ ഇതിനകത്ത് ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ്. ഞങ്ങൾ എപ്പോഴും പറഞ്ഞത് അതുകൊണ്ടാണ്. നമുക്ക് അവർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദമുണ്ട്. ഈ മലങ്കര സഭയുടെ പള്ളികളിലെ സെമിത്തേരികളിൽ ഈ സംസ്കാര നടപടികൾ നടത്തുന്നത് കേരള നിയമസഭ പാസാക്കിയ സെമിത്തേരി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നു. അതല്ലാതെ ഈ സഭയ്ക്ക് കീഴിലുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ പൊതുവിഭാഗങ്ങൾക്ക് നടത്തുന്ന പോലെ നടത്താം എന്ന കാര്യം കൂടി കോടതി അറിയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇതിനകത്തുള്ള ഒരു വലിയ ഇതെന്താന്ന് വെച്ചാൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കേരള ഹൈക്കോടതിയില് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള റിട്ട് നിലനിൽക്കുകയാണ് ഓർത്തഡോക്സ് വിഭാഗം. അപ്പോഴാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ആ റിട്ട് പിൻവലിക്കട്ടെ ആദ്യം, എന്നിട്ട് സുപ്രീം കോടതിയിൽ ഇത് പറഞ്ഞു. അപ്പൊ അതിന്റെ അകത്തെ ആത്മാർത്ഥതയെ ഞങ്ങൾ വളരെ സംശയിക്കുകയാണ് ഇതിന്റെ അകത്തുള്ള. രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കാതലായ ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് അവന്റെ വിശ്വാസം അനുസരിച്ചുള്ളതായ അവന്റെ ഈ ഇടവകക്കാരാണ്, ആ ഇടവകക്കാരുടെ അവകാശപ്പെട്ട അവരുടെ സെമിത്തേരികളിലാണ് അവന്റെ വിശ്വാസം അനുസരിച്ചുള്ള പുരോഹിതനെ കൊണ്ട് അവന്റെ ആ കന്യകർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ളത് ഒരു മനുഷ്യന്റെ മൗലികാവകാശത്തിന്റെ ഒരു ഇതാണ്. ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ആ കാര്യത്തെ വീണ്ടും ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ നിർഭാഗ്യകരമാണ്. വ്യക്തമാണ്. തിരുമേനി മാർ കുര്യാക്കോസ് മാർ തെയോഫിലസ് ആണ് ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിച്ചത്. അത് പൊതുസമൂഹത്തെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ ഉത്തരവിനെതിരെ നീങ്ങുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൂടി വ്യക്തമാക്കുകയാണ് നിലവിൽ യാക്കോബായ സഭ. വെൽക്കം ബാക്ക്. വാർത്താമഴ തുടരുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് ഇനി കടക്കുന്നു. മലപ്പുറം തിരുനാവായിൽ ഭാരതപ്പുഴയിൽ ഒരാൾ മുങ്ങി മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. കൽപ്പഞ്ചേരി സ്വദേശി സുബ്രഹ്മണ്യനാണ് മരിച്ചത്. സമീർ ബിൻ കരീം അതിന്റെ കൂടുതൽ വിവരങ്ങൾ മലപ്പുറത്തു നിന്ന് നൽകും. സമീർ, എപ്പോഴായിരുന്നു ഈ സംഭവം? വിവരങ്ങൾ എന്താണ്? ഇന്ന് വൈകുന്നേരം 5 മണിയോട് കൂടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഭാരതപ്പുഴയുടെ തിരുനാവായ ബന്ദർ കടവിലാണ് അപകടം സംഭവിക്കുന്നത്. സുഹൃത്തുക്കളായ 3 പേർ പുഴയിൽ കുളിക്കാനായി ഇറങ്ങിയതായിരുന്നു. അതിനിടയിലാണ് ഈ സുഹൃത്തുക്കൾ ഒരാളായിരിക്കുന്ന കൽപ്പകഞ്ചേരി സ്വദേശി കണ്ണഞ്ചേരിപ്പറമ്പ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന മണി 45-കാരൻ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൂടെ ഉണ്ടായിരുന്നവർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നീട് തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മുങ്ങിയാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്തത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. KLM ആക്സിവ ഫിൻവെസ്റ്റിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഫോർച്യൂണ
25 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ ഡോക്ടർ VA ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ശങ്കരകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. KLM ആക്സിവ ഇൻവെസ്റ്റ് ചെയർമാൻ TP ശ്രീനിവാസൻ അധ്യക്ഷനായ ചടങ്ങിൽ KLM ആക്സിവ ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഷിബു തെക്കുംപുറം ആമുഖ പ്രഭാഷണം നടത്തി. നടി മിയ ജോർജ്, KLM ആക്സിവ ഡയറക്ടേഴ്സായ എബ്രഹാം തരിയൻ, MP ജോസഫ്, പ്രൊഫസർ KM കുര്യാക്കോസ്, ബിജി ഷിബു എന്നിവർ പങ്കെടുത്തു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷമായി സമാനതകളില്ലാത്ത വലിയ നേട്ടമാണ് KLM ആക്സിവ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് എംപ്ലോയീസിനെ പങ്കെടുപ്പിച്ചിട്ടുള്ള എംപ്ലോയീസ് സമ്മിറ്റ് നമുക്ക് ഇവിടെ നടത്താനായിട്ട് കഴിഞ്ഞത്. ഇന്ന് എല്ലാ തരത്തിലും ധനകാര്യ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനമായി KLM ആക്സിവയ്ക്ക് മാറാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച വിശ്വാസ്യതയും സാങ്കേതിക വിദ്യയും നല്ല സേവനവും കൈമുതലാക്കിക്കൊണ്ടാണ് ഈ കമ്പനി കഴിഞ്ഞ 25 വർഷക്കാലമായി മുന്നോട്ട് പോയത്. KLM ആക്സിവയുടെ 25th ആനിവേഴ്സറിയിൽ അവിടുത്തെ എല്ലാ എംപ്ലോയീസിനെയും ബഹുമാനിക്കുന്ന ഒരു അവസരമാണിത്. യഥാർത്ഥത്തിൽ അതാണല്ലോ, അവരാണല്ലോ ഈ കമ്പനി നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ അപ്രോപ്രിയേറ്റാണ് 25ാമത്തെ വർഷത്തിൽ അവരെല്ലാം ഒന്നിച്ചു കൂട്ടി അവർ സംസാരിക്കുക. അതുപോലെ 10 വർഷത്തിൽ കൂടുതൽ സെർവ് ചെയ്തവർക്കെല്ലാം അവാർഡുകൾ കൊടുക്കുക. അപ്പോൾ അങ്ങനൊരു കരിയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേക പരിപാടിയായിരുന്നു ഇന്ന്. തീർച്ചയായിട്ടും ഇതിന് മുമ്പോട്ടുള്ള വളർച്ചയിൽ ഈ 25 വർഷത്തെ ആഘോഷം അവർക്കെല്ലാം പ്രചോദനം നൽകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.